ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കരുണാകരക്കുറുപ്പിന്റെ അന്തസ്സിന് ചേർന്നൊരു മരുമകനെ എനിക്ക് അപ്പച്ചി കണ്ടെത്തേണ്ടി വരും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു ശാപിക്കപ്പെട്ട ജീവിതം. നീ എന്താ മോളെ ആലോചിക്കുന്നേ? മനോജിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് മണ്ടത്തരമായി പോയി എന്നാണോ ചിന്തിക്കുന്നത്? നിന്റെ നല്ല സമയത്താ മോളെ നിനക്കങ്ങനെ തോന്നിയത്. കാശിന് പോക്കില്ലാത്ത കഴുപ്പണം കെട്ട ഒരു ജന്തുവാ മനോജ്. കരുണാകരക്കുറുപ്പിന്റെ മകളുടെ ഭർത്താവാകാനുള്ള യോഗ്യത 7 ജന്മം ജനിച്ചാലും അവനുണ്ടാകാൻ പോകുന്നില്ല. അധപ്പതിക്കാൻ മാത്രം പിറന്ന ഒരു പാഴ്ജന്മം. അവന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ ഒരു പുരോഗതിയും നീ പ്രതീക്ഷിക്കണ്ട. സർവനാശമാണ് ഫലം. നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മോളെ. അവനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹ ബന്ധത്തിന് നീ തയ്യാറാവണം. നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ദേ, സമയമൊന്നും വൈകിട്ടില്ല. മനോജിന് സ്വന്തം എന്ന് പറയാൻ ഒരു കുഞ്ഞു പോലും ജനിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഒരു ബാധ്യതയും നിനക്ക് അവനോടില്ല, അവന് നിന്നോടുമില്ല. ആ സ്ഥിതിക്ക് നിന്റെ അന്തസ്സിനും പദവിക്കും ചേർന്ന ഒരു പയ്യനെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. മതി, ഒന്ന് നിർത്തോ. അപ്പച്ചി എനിക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യന്റെ കഥയൊന്നും ഞാൻ മറന്നിട്ടില്ല. വിവാഹം തൊഴിലാക്കിയ ഒരു ആഭാസന്റെ തലയിൽ എന്നെ കെട്ടിയേൽപ്പിക്കാൻ മുതിർന്നതല്ലേ അപ്പച്ചി? തക്ക സമയത്ത് ACP വന്നതുകൊണ്ട് ചതിയിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടു. വീണ്ടും അങ്ങനൊരു ബന്ധത്തിനാണോ നിങ്ങൾ കരുക്കൾ നീക്കുന്നേ? അത് പിന്നെ എന്റെ കൂട്ടുകാരി ഭാനുമതി ചതിച്ചതുകൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോളെ. വേണ്ട. അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും മനോജിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹ ബന്ധത്തിന് ഞാൻ തയ്യാറല്ല. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞു വന്നതേ, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാണെങ്കിൽ മറ്റൊരു വിവാഹ ബന്ധത്തിന് എനിക്ക് തയ്യാറാവേണ്ടി വരും. കരുണാകരക്കുറുപ്പിന്റെ അന്തസ്സിന് ചേർന്നൊരു മരുമകനെ എനിക്ക് അപ്പച്ചി കണ്ടെത്തേണ്ടി വരും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു ശാപിക്കപ്പെട്ട ജീവിതം. മടുത്തു എനിക്ക്. ഹരിതേ, അവനവൻ കഴിച്ച എച്ചിൽ പാത്രം അവനവൻ തന്നെ കഴുകണമെന്നേ സുചിത്രടുത്ത് പറഞ്ഞോളൂ. അതിനാണല്ലോ ഹരിത വഴക്കിട്ട് പിണങ്ങിപ്പോന്നത്. ഓ ഹരിതേ, നോക്ക്, നിന്നോട് വഴക്കിട്ടതില് സുചിത്രടുത്തേക്ക് നല്ല വിഷമമുണ്ട്. 1000 തവണ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും എടുത്തി ഒരുക്കോ. എടുത്തിട്ട് നല്ല മനസ്സിനെ മാനിച്ചെങ്കിലും നീ വീട്ടിലേക്ക് പോണം. മതി. ആരുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. ആരുടെയും കളിപ്പാവയാവാൻ ഇനി ഹരിതയെ കിട്ടുമെന്ന് കരുതണ്ട. അങ്ങനെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിക്കടി. മാധവന്റെ കുടുംബം കൂട്ടത്തോടെ വന്ന് നിന്റെ കാല് പിടിച്ചിട്ട് മതി നീ ഇനി എങ്ങോട്ടും ചലിക്കാൻ. ദേ, നിന്റെ പിന്നിൽ അപ്പച്ചയുണ്ടടി. നന്നായി മോളെ. ആ നശൂലത്തെ കണ്ടപ്പോ നീ പ്ലേറ്റ് തിരിച്ചുവിട്ടത് നന്നായി. ആരുടെ മുന്നിൽ താന്നു കൊടുത്താലും ആ വന്ദനയുടെ മുമ്പിൽ താന്നു കൊടുക്കരുത്. അല്ല, ഇനി എന്താ നിന്റെ പരിപാടി? ഒരെത്തും വീടിയും കിട്ടുന്നില്ല അപ്പച്ചി. എന്തായാലും ഇനി മനോജിന്റെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. മോളെ, നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു.
ഉടനെ ഒന്നും നീ മനോജിന്റെ വീട്ടിലേക്ക് പോകണ്ട. നീ ഒരു കാര്യം ചെയ്യ്, മനോജിനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. മനോജ് എന്തിനാ അച്ഛനെ വന്ന് കാണുന്നത്? അതെ, മനോജിന് ഇനിയും ഒരു ഭർത്താവിൻ്റെതായ ഉത്തരവാദിത്വ ബോധമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അവൻ പിള്ളേര് കളിച്ച് കിടക്കുക. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കെട്ടുറപ്പുള്ള ഒരു കുടുംബ ജീവിതം ഉണ്ടാവണം. ഈ മനോജാണെങ്കിൽ ഒരു ഭൂലോക ഉഴപ്പനുമാ. ഇനിയിപ്പോ ഉത്തരവാദിത്തങ്ങൾ അവൻ ഏറ്റെടുക്കണം. അതിന്റെ പ്രധാന കാരണം അമ്മായി അപ്പനായ എന്റെ നിലപാടുകളാ. അത് ഞാൻ മാറ്റിയെടുക്കും. അതിനു വേണ്ടിയുള്ളതെല്ലാം ഞാൻ ചെയ്തിരിക്കും, ഉറപ്പ്. നീ അവനോട് എത്രയും പെട്ടെന്ന് വരാൻ പറ. ഹരിതയാണല്ലോ. ഹലോ ഹരിത. മനോജ്, ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്തായാലും പറഞ്ഞു. നിന്റെ അടുത്തിപ്പോ ആരുമില്ലല്ലോ? ഇല്ല, ആരുമില്ല. നീ എന്താന്ന് ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. മനോജ്, അച്ഛൻ എത്രയും പെട്ടെന്ന് നിന്നെ നേരിലൊന്ന് കാണണം. നീ ഉടനെ ഇങ്ങോട്ട് വരണം. എന്തിനാ ഹരിതേ? നീ വാ, നേരിട്ട് പറയാം. നിന്റെ അച്ഛനെതിരെ എന്നെ കാണുന്നേ? ഇനിയും വല്ല അടിയും തരാനാണോ? അതിനൊന്നും അല്ല, നീ ഒന്ന് വേഗം വന്നേ. എന്തെങ്കിലും കാര്യമില്ലാതെ അച്ഛൻ നിന്നോട് വരാൻ പറയില്ലല്ലോ. എന്തോ തീരുമാനം അറിയിക്കാന്. എന്ത് തീരുമാനം? അച്ഛൻ നിന്നോട് നേരിട്ട് പറയാൻ പോകുന്ന കാര്യം ഞാൻ എങ്ങനെ പറയാനാ? നീ ആദ്യം ഇങ്ങോട്ടൊന്ന് വന്നേ. ഹലോ ഹരിതേ. ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഹരിതയുടെ അച്ഛൻ എന്തിനായിരിക്കും എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ്?